മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വലിയ രീതിയിൽ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. എനിക്ക് മാധ്യമങ്ങളെയൊക്കെ വളരെ ഇഷ്ടമാണെന്നൊക്കെ വി ഡി സതീശൻ പറയുമെങ്കിലും വി ഡി സതീശന് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ മാധ്യമങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വി ഡി സതീശൻ പിന്നെ ദേഷ്യം കാണിക്കും. അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അങ്ങനെയായിരുന്നു. കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ നൽകുന്ന ഒരു കാഴ്ച മറ്റേതെങ്കിലും മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമ സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചാൽ ഉടനെ തന്നെ ദേഷ്യപരമായ ഒരു സമീപനം അല്ലെങ്കിൽ ഉത്തരം പറയില്ല. ഉത്തരം മുട്ടുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് പതുക്കെ മൈക്ക് ഓഫ് ചെയ്ത് പിന്നെ കാണാമെന്ന് പറഞ്ഞ് എണീച്ചു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു പിണറായി വിജയൻ കാണിച്ചത്. അതേ രീതിയിൽ തന്നെ എന്തെങ്കിലും ഇറിറ്റേറ്റ് ഉണ്ടാകുന്ന ഒരു ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനോട് ചോദിച്ചാൽ പിന്നെ ഒരു നാഗവല്ലിയുടെ ഒരു ഫോമിലേക്ക് വി ഡി സതീശൻ വരുന്നു, കൈ ചൂണ്ടുന്നു, ദേഷ്യം കാണിക്കുന്നു. അവിടെ ഒരു ബഹളവും ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന്റെയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കണ്ണുരുട്ടുന്നു, മുഖം കൊണ്ട് കഥകളികൾ കാണിച്ച് എക്സ്പ്രഷൻസ് ഒക്കെ വരുത്തുന്നു. അങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തകരെയൊക്കെ പേടിപ്പിക്കാമെന്ന് വി ഡി സതീശൻ കരുതി. പക്ഷേ അതൊന്നും നടക്കില്ല. മാധ്യമ പ്രവർത്തകർ രൂക്ഷമായ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്നു. കാരണം അങ്ങനെ ഇപ്പോ മാധ്യമങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണോ എന്നറിയില്ല മാധ്യമ പ്രവർത്തകർക്ക്. കാരണം PRDO ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്ന സ്ഥലത്ത് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയായപ്പോൾ PRD തന്നെ ആ ക്യാമറ തിരിച്ചവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിരീക്ഷിക്കാനും ചിത്രീകരിക്കാനുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് വലതുവശത്തായി പ്രത്യേക ക്യാമറ സജ്ജീകരിച്ചത്. എന്നാൽ മാധ്യമ പ്രവർത്തകർ ഇത് വാർത്തയാക്കുകയും ചിലർ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ PRD ജീവനക്കാർ തന്നെ ക്യാമറ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. രാവിലെ പ്രളയ ദുരിതാശ്വാസം അടക്കം പ്രഖ്യാപിക്കുന്നതിനായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനായി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിലെത്തിയ മാധ്യമ പ്രവർത്തകരാണ് പതിവില്ലാതെയുള്ള ഒരു ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മാറ്റാൻ നിർദ്ദേശം ലഭിച്ചതിനാൽ മാറ്റുന്നുവെന്നാണ് ജീവനക്കാർ പ്രതികരിച്ചത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി എത്തി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായ പോലെ അല്ല മാധ്യമങ്ങൾ ഇപ്പോൾ പെരുമാറുന്നത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയേണ്ട ആൻസറബിൾ ആണ് പല ചോദ്യങ്ങൾക്കും. മറ്റ് വകുപ്പ് മന്ത്രിമാർ ഉത്തരവാദിയാണെങ്കിലും അതിന്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ തലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് വി ഡി സതീശൻ ഉത്തരം പറയേണ്ടത് അനിവാര്യമാണ്. അതായത് വി ഡി സതീശനെ പ്രകോപനം സൃഷ്ടിച്ച ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. പത്തനംതിട്ട, റാണി, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ഏരിയകളെല്ലാം അടക്കമുള്ള ജില്ലകളൊക്കെ ഈ പ്രളയത്തിൽ ഈ ഒരു മിന്നൽ പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പിണറായി വിജയൻ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഭാര്യ പിതാവിനെ കാണാനായിട്ട് ആശുപത്രിയിൽ പോകുന്നു. അതോടൊപ്പം തന്നെ പാണക്കാട് ചെന്ന് അവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു സ്ഥലത്ത് വീടൊക്കെ നഷ്ടപ്പെട്ടു, മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം, പ്രളയത്തിലേക്ക് മുങ്ങുന്നു, വീടിന്റെ ഒരു ഭാഗം വരെ മുങ്ങുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് പ്രളയ മേഖലയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെ ഒരു നിർദ്ദേശം നൽകി ഒരു നീക്കം നടത്തേണ്ട വി ഡി സതീശൻ പാണക്കാട് ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ജനങ്ങളടക്കം വലിയ രീതിയിൽ ഒരു ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അതാണ് വലിയ രീതിയിൽ ക്രോധം ഉണ്ടാക്കുന്ന തരത്തിൽ വി ഡി സതീശൻ പെരുമാറിയത്.